പല കുട്ടികളും ഭക്ഷണം കഴിക്കാൻ ഇന്ന് പുറകിലേക്കാണ്. എന്ത് ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും ടേസ്റ്റ് ഇല്ല, അത് വേണ്ട, ഇത് വേണ്ട. ഇന്ന് പുട്ടുണ്ടാക്കി നാളെയും പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല. മുന്നത്തെ കാലമൊന്നും അല്ല ഇപ്പോ. ഇന്ന് പുട്ടാണെങ്കിൽ നാളെ മാഗി ആണെങ്കിൽ മറ്റന്നാ ദോശ. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അവർ 2 or 1 ദോശ കഴിച്ചിട്ട് പോണ ആൾക്കാരാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം ആകുമ്പോ എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചെന്നാ നിങ്ങളുടെ മക്കൾക്കും അത് ഉണ്ടാക്കി കൊടുക്കാലോ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് ഒരു 2 or 3 അച്ച് ശർക്കരയാണ്. ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനത് ഉരുക്കിയെടുക്കുന്നത്. നന്നായി ശർക്കരയൊക്കെ നന്നായി ഉരുകണം. എന്നിട്ട് വെള്ളം പോലെ ആവണം. കണ്ടോ, അങ്ങനെ വെട്ടി തിളച്ചിപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ആ ശർക്കര ഉരുകുന്ന മണം കേട്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നൂലേ. അപ്പോൾ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ശർക്കര വേഗം അടി പിടിക്കുന്നൊരു സംഭവമാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് അവിലുകൊണ്ടുള്ള ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഉരുകിയ ശർക്കരയിലേക്ക് നമ്മൾ ആവശ്യമുള്ള അവില് ചേർക്കണം. അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ആ അവിലും ഈ ശർക്കരപ്പാനിയും ഒക്കെ നല്ലോണം മിക്സായി സെറ്റായി വരണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് അത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഒരുവിധം നല്ല പോലെ ഇളക്കി കണ്ടോ സെറ്റായിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ. ഈ ശർക്കരയിലേക്ക് ഈ അവിലിന് തന്നെ ഒരു സ്മെല്ലാണല്ലോ, ശർക്കരയ്ക്ക് സ്മെല്ലാണ്. അപ്പോൾ അതിൻ്റെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ സ്മെല്ലുണ്ടല്ലോ, നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും. അതിനുശേഷം ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി നമുക്ക് ചിരകിയെടുത്തത് തേങ്ങയാണ്. അത് ചേർക്കാം. ഞാൻ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാത്രം വടിച്ച് തുടച്ച് ഇനി പാത്രം മോറേണ്ട ആവശ്യമില്ല, അങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അത് നന്നായി ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി മൂന്ന് ഐറ്റം നല്ല മിക്സ് ആയിട്ടിരിക്കണം. ശർക്കരയും അവിലും തേങ്ങയും ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇത് എല്ലാവരും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണത്. ഇത് അത്ര വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ എന്നാലും കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമെന്നോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാം. ഇനി നമ്മളതൊക്കെ സെറ്റായി ഗ്യാസ് ഓഫാക്കി നമ്മളതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ വെക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ബാലൻസ് വന്ന അവിൽ ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിൽ തണുത്ത് പോവും. പിന്നെ നമ്മൾ എന്തെങ്കിലും അവിൽ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴും അത് നമുക്ക് ഒരു രസം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ എല്ലാം കൊട്ടി എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അടച്ച് മുറുക്കി എടുത്ത് വെച്ചു. അപ്പം ഞാൻ അതും ഇങ്ങനെ ബോട്ടിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. എനിക്കിങ്ങനെ ഈ കവർ കൊടുക്കാനെ വെക്കുന്നത് ഇഷ്ടേ അല്ല. ഞാൻ അപ്പം നമ്മളൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയപ്പോഴേക്കും മോള് കഴിക്കാൻ വന്നു. മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഇതെല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയി വേറൊരു ദിവസം. ഓക്കെ, ബൈ.